വെൽക്കം all of you. താഹിമാനാണ്. ഡയോറിറ്റിക്സ് വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡയോറിറ്റിക്സ് എന്താണ് എന്നാണ് പറഞ്ഞത്. ദെൻ വി ക്ലാസിഫൈ ഡയോറിറ്റിക്സ്. സോ വി ഫിനിഷ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോറിറ്റിക്സ്. സോ ഈ വീഡിയോ മുതൽ നമുക്ക് ഓരോ ഡിഫറെന്റ് ഡ്രഗ് ഗ്രൂപ്പ്സും അതിന്റെ ഫാർമക്കോളജിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഹിയർ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ഡയോറിറ്റിക്സ് ആണ്, കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആസ് ഡയോറിറ്റിക്സ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലെ ഡിസ്കഷൻ. സോ മരുന്നുകൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. രണ്ട് ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ ഉണ്ട് കാർബോണിക് അൺഹൈഡ്രേസിൽ. ഒന്ന് സിസ്റ്റമിക് ആയിട്ട് ഓറലോ ഇഞ്ചക്ഷനോ ആയിട്ടൊക്കെ കൊടുക്കാവുന്ന മരുന്നുകളാണ് നമ്മൾ പറഞ്ഞു, സിസ്റ്റമിക്. ദെൻ ദിസ് ഈസ് ടോപ്പിക്കലി ഗിവൺ, ടോപ്പിക്കലി അഡ്മിനിസ്ട്രേഡ്. കണ്ണിൽ ഐ ഡ്രോപ്സ് ആയിട്ടായിരിക്കും നമ്മളിത് കൊടുക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് അസെറ്റസോളമൈഡ് തന്നെയാണ്. ദെൻ ഡൈക്ലോർഫെനമൈഡ് ഉണ്ട്, മെത്താസോളമൈഡ് ഉണ്ട്. ഇത് മൂന്നുമാണ് സിസ്റ്റമിക് ആയിട്ട് കൊടുക്കാവുന്നത്, ഓറലായിട്ടും ഇഞ്ചക്ഷനായിട്ടൊക്കെ കൊടുക്കാവുന്നത്. ബ്രിൻസോളമൈഡ് ആൻഡ് ഡോർസോളമൈഡ് ഇത് രണ്ടുമാണ് ഐ ഡ്രോപ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. എല്ലാ മരുന്നും എൻഡ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ അമൈഡ്സിലാണ് എൻഡ് ചെയ്യുക. ഇതും എല്ലാം എവരി കാർബോണിക് അൺഹൈഡ്രേസ് എൻഡ്സ് ഇൻ അമൈഡ്. സോ നമ്മൾ ഏറ്റവും കേട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ അമൈഡ് ഏതാണ്? സൾഫോണമൈഡ് ആണ്. സൾഫോണമൈഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ദീസ് ഓൾ ഡ്രഗ്സ് ആർ കെമിക്കലി റിലേറ്റഡ് ടു സൾഫ. സോ സൾഫ പോലെയുള്ള ഒരു മരുന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ വേഗം എഴുതാനായിട്ട് പറ്റും. ഇനി ഈ മരുന്ന് എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഫ്രോണിലാണ്. നെഫ്രോണിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഈ ഏരിയയിലാണ്. വൺ ഈസ് ഇൻ ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിലാണ് പ്രധാനമായിട്ടും. ഇവിടെയാണ് സോഡിയം 65%, സോഡിയം വാട്ടറും 65% റീഅബ്സോർബ് ചെയ്യുന്ന സ്ഥലം. സോ ദിസ് ഏരിയ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ. ഇനി കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈംസ് ഉള്ള വേറെ ഏരിയ ഉണ്ടെന്ന് വെച്ചാൽ കളക്ടിംഗ് ഡക്റ്റിൽ ഇന്റർകലേറ്റഡ് സെൽസ് ഉണ്ട്. ഇന്റർകലേറ്റഡ് സെൽസ് എന്ന് പറയുന്ന സെൽസ്, അവിടെ വേറൊരു സെല്ലാണ് പ്രിൻസിപ്പൽ സെൽസ്. സോ കളക്ടിംഗ് ഡക്റ്റിൽ പ്രിൻസിപ്പൽ സെൽസ് ഉണ്ട്, ഇന്റർകലേറ്റഡ് സെൽസ് ഉണ്ട്. അതിൽ ഈ ഇന്റർകലേറ്റഡ് സെൽസ് ഹാവ് സം കാർബോണിക് അൺഹൈഡ്രേസ്. സോ കാർബോണിക് അൺഹൈഡ്രേസ് ഇവിടെയുണ്ട്, കാർബോണിക് അൺഹൈഡ്രേസ് ഇവിടെയുമുണ്ട്. സോ 2 ഏരിയ. പക്ഷെ ഇതാണ് പ്രധാനപ്പെട്ടത്. ഇനി കാർബോണിക് അൺഹൈഡ്രേസ് വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ശരീരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ബ്രെയിനിലുണ്ട്. ദെൻ GITയിലെ ആസിഡ് ഉണ്ടാക്കണമെങ്കിൽ കാർബോണിക് അൺഹൈഡ്രേസ് വേണം. കണ്ണിൽ സീലിയറി എപ്പിത്തീലിയത്തിൽ കാർബോണിക് അൺഹൈഡ്രേസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോമയ്ക്കൊക്കെ ഈ മരുന്ന് ഉപയോഗിക്കുക. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കാർബോണിക് അൺഹൈഡ്രേസ് ഉണ്ട് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. കമ്മിങ് ടു മെക്കാനിസം ഓഫ് ആക്ഷൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ പേരിൽ തന്നെ ഉണ്ട്, കാർബോണിക് അൺഹൈഡ്രേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ബട്ട് ഹൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ കോമ്പറ്റീറ്റീവ് ആൻഡ് ഓൾസോ സം റിവേഴ്സിബിൾ ഇൻഹിബിഷൻ. രണ്ട് തരത്തിലും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ഡ്രഗ്സ് റിവേഴ്സിബിളി ആൻഡ് ഓൾസോ നോൺ കോമ്പറ്റീറ്റീവ്ലി ഇൻഹിബിറ്റ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻ ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ. അവിടെയാണ് പ്രധാനം എന്ന് പറഞ്ഞു. ഓൾസോ ഇൻ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ ആക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി. സോ PCT ആണ്. ദിസ് ഈസ് ദ PCT. ഈ ഏരിയ നമുക്ക് ഇവിടെ ഒന്ന് വരയ്ക്കാം. ഈ ഏരിയയിൽ ഒരു സെൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. PCTയിലെ സെൽസ് ആർ ബ്രഷ് ബോർഡർ സെൽസ് ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് ദിസ് ഈസ് ദ ബേസോ ലാറ്ററൽ സൈഡ് ആണ്. ഇവിടെയാണ് ബ്ലഡ് വെസൽ ഉള്ളത്. ആൻഡ് ഈ ലൂമൻ, ഈ സെല്ലാണ് ഞാൻ വരയ്ക്കുന്നത്. ഇവിടെ ഉള്ള ഒരു സെൽ വരയ്ക്കുകയാണ്. ഈ സൈഡാണ് ഇത്. ആൻഡ് ദിസ് ഈസ് ദ ലൂമൻ. ഇവിടെ നിന്നാണ് ഫിൽട്ടറേറ്റ് വരുന്നത്. സോ ഫിൽട്ടറേറ്റ് വരുന്ന ഭാഗം. ആൻഡ് ദിസ് ഈസ് ദ ലൂമിനൽ സൈഡ്. ആൻഡ് ഓൺ ദിസ് ബേസോ ലാറ്ററൽ സൈഡ് എല്ലാ റീനൽ സെൽസിലും ഒരു എൻസൈം ഉണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. സോ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പംപ്സ് ഔട്ട് 3 സോഡിയം. 3 സോഡിയം പുറത്തേക്ക് തള്ളുന്നു, പകരം 2 പൊട്ടാസ്യം മാത്രമേ അകത്തേക്ക് കയറ്റുന്നുള്ളൂ. സോ ദീസ് സെൽസ് ആർ ഡിപ്രൈവ്ഡ് ഓഫ് സോഡിയം. സെൽസിനകത്ത് സോഡിയം കുറവാണ്. ഓക്കെ, ഇതാണ് ബേസിക് സിസ്റ്റം. അവിടെ ഇനി അടുത്തൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ദിസ് ഏരിയ, ഈ ഏരിയ ഫ്രീലി പെർമിയബിൾ ടു വാട്ടർ. വാട്ടറിനെ കടത്തിവിടുന്ന ഒരു ഏരിയയാണ്. അപ്പൊ സോഡിയം അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇവിടെ ഇത് കൂടും, ഓസ്മോളാലിറ്റി കൂടും. അപ്പോൾ വെള്ളവും അകത്തേക്ക് കയറുന്നു. സോ ഓസ്മോളാലിറ്റി ഈ ഏരിയയിൽ 300, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വലന്റ് ടു ബ്ലഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇതൊന്നും കൂടി മനസ്സിലാക്കുക. ഇനി സോഡിയം എങ്ങനെ അകത്തേക്ക് കയറുന്നു വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ട്രാൻസ്പോർട്ടർ ഹിയർ. അതിന്റെ പേര് സോഡിയം H+, ആന്റിപോർട്ടർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടർ ഇവിടെയുണ്ട്. സോ ദിസ് വിൽ അലൗ എൻട്രി ഓഫ് സോഡിയം. ഇവിടുന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന സോഡിയം ഇതിലൂടെ കടക്കും. ആൻഡ് പകരം ആര് പോകണം? പകരം H+ പോകണം. സോ ദാറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് സോഡിയം എൻട്രി ഇൻ ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് സെൽസ്. അവിടെയുള്ള സെല്ലുകളിൽ ഇതാണ് അതിന്റെ മെക്കാനിസം. സോഡിയം അകത്തേക്ക് കടക്കും, പക്ഷെ H+ പുറത്തേക്ക് പോകണം. പക്ഷേ H+ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെയാണ് കാർബോണിക് അൺഹൈഡ്രേസ്
എൻസൈമിന്റെ പ്രവർത്തനം. H പ്ലസ് ഉണ്ടാക്കുക. സോ PCT സെൽസിന്റെ അകത്തും, സോ ഹിയർ ഇവിടെയും ആൻഡ് ഓൾസോ ഹിയർ ഇൻ ദ ബ്രഷ് ബോർഡർ there are carbonic anhydrase. ഇവിടെയുണ്ട് കാർബോണിക് അൺഹൈഡ്രേസ്, ഇവിടെയും ഉണ്ട്, അകത്തുമുണ്ട് കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം. അത് നമുക്ക് പുറത്ത് പറയാം. സോ ഇവിടെ നമുക്ക് ഫിൽട്രേറ്റിനകത്ത് ബൈകാർബണേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ബൈകാർബണേറ്റ് വരുന്നുണ്ട്. സോ ഈ ബൈകാർബണേറ്റും H പ്ലസും കൂടി ചേരുന്നു ആൻഡ് ദിസ് പ്രൊഡ്യൂസസ് H2CO3 ഉണ്ടാവുന്നു ആൻഡ് ദിസ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ദിസ് ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഇത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആവണം. ഇത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആവാനായിട്ട് ആക്ട് ചെയ്യേണ്ടത് കാർബോണിക് അൺഹൈഡ്രേസ്. സോ ദിസ് ഈസ് ദ ആക്ഷൻ ഓഫ് ദിസ് ലൂമിനൽ കാർബോണിക് അൺഹൈഡ്രേസ്. കാർബോണിക് അൺഹൈഡ്രേസ് കൺവേർട്ട് H2CO3 to CO2 plus water. So now this CO2 gas ആണ്. It can enter here. CO2 ഇവിടെ അകത്തേക്ക് കയറുന്നു and CO2 ഇതിനകത്തുള്ള വാട്ടറുമായിട്ട് ചേരുന്നു, വെള്ളമായിട്ട് ചേരുന്നു and this will produce what? Will produce H2CO3 ഇവിടെ ഉണ്ടാവും. And for this we need carbonic anhydrase here. ഇവിടെയും കാർബോണിക് അൺഹൈഡ്രേസ് വേണം and this H2CO3 എന്താകും? ഇതേ സെയിം റിയാക്ഷൻ. ഓക്കെ, ബൈകാർബണേറ്റ് പ്ലസ് H പ്ലസ്. സോ H പ്ലസ് പ്ലസ് ബൈകാർബണേറ്റ് ഉണ്ടാവുന്നു. ഈ H പ്ലസ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ ഇഫ് യു ഇൻഹിബിറ്റ് ദിസ് ലൂമിനൽ കാർബോണിക് അൺഹൈഡ്രേസ്, മരുന്ന് ഒന്ന് ഇവിടെ പിടിച്ചു ഇതിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ് നടക്കില്ല. ഓക്കെ, ബൈകാർബണേറ്റും H പ്ലസും ആയിട്ട് ജോയിൻ ചെയ്തിട്ട് H2CO3 ആയിട്ട് CO2 പ്ലസ് വാട്ടർ ആയിട്ട് പോകുന്ന പരിപാടി നിൽക്കും. സോ ദിസ് വിൽ ബി സ്റ്റോപ്പ്. ഈ പരിപാടി നിൽക്കുമ്പോഴത്തേക്കും ഫർദർ അവസാനം H പ്ലസ് വരാതെയാകും. ഇവിടെയും ബ്ലോക്ക് ആകും, ഇവിടെ H പ്ലസ് പുറത്തേക്ക് വരാതെയാകും. സോ വാട്ട് അൾട്ടിമേറ്റ്ലി വിൽ ഹാപ്പൻ? H പ്ലസ് ഉണ്ടെങ്കിലേ സോഡിയം അകത്തേക്ക് എടുക്കുള്ളൂ. സോ നോ സോഡിയം റീഅബ്സോർഷൻ നടക്കുന്നില്ല. ഓക്കെ, സോഡിയം റീഅബ്സോർഷൻ നടക്കുന്നില്ലെങ്കിൽ അതിന്റെ കൂടെ വെള്ളം പോകുന്നതും നടക്കുന്നില്ല, വെള്ളം അകത്തേക്ക് കയറുന്നതും കുറയും. ആൻഡ് ഓൾസോ നമുക്കറിയാം ബൈകാർബണേറ്റും H പ്ലസും കൂടി ചേരണം. H പ്ലസ് ഇപ്പോൾ ഇവിടെ ഇല്ല. സോ ബൈകാർബണേറ്റ് ഓൾസോ വിൽ ബി എക്സ്ക്രീറ്റഡ് ഔട്ട്. ബൈകാർബണേറ്റും പുറത്തേക്ക് പോകും. സോ ദിസ് ഇസ് വാട്ട് അൾട്ടിമേറ്റ്ലി ഹാപ്പൻസ് ഇഫ് വി ഇൻഹിബിറ്റ് ദ കാർബോണിക് അൺഹൈഡ്രേറ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദിസ് ആക്ഷൻ ഓഫ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആസ് ഡയൂററ്റിക് ഈസ് സെൽഫ് ലിമിറ്റിംഗ് എന്നാണ് പറയുന്നത്. സെൽഫ് ലിമിറ്റിംഗ് ഡയൂററ്റിക്സ് ആണ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ദീസ് ആർ സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് ഇതിലൂടെ നഷ്ടപ്പെടുന്നു, യൂറിനിലേക്ക് പോകുന്നു. സോ യൂറിൻ വിൽ ബിക്കം ആൽക്കലൈൻ. അതൊക്കെ യൂറിൻ ആൽക്കലൈൻ ആവുന്നു ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ബൈകാർബണേറ്റ്. പക്ഷെ ഇതിന് വേറെ അർത്ഥം കൂടി ഉണ്ട്. ബ്ലഡിൽ നിന്നാണ് ഈ ബൈകാർബണേറ്റ് പൊക്കൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ബ്ലഡ് ബിക്കം ആസിഡിക് ആയിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ക്യാൻ കോസ് സിസ്റ്റമിക് ആസിഡോസിസ് ആണ്. സിസ്റ്റമിക് ആസിഡോസിസ് ഉണ്ടാക്കാം ഓർ മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാക്കാം. ഇതിന് വേറെ അർത്ഥം എന്താ? നെക്സ്റ്റ് ടൈം വെൻ ബ്ലഡ് കമ്മിങ് ടു ദ നെഫ്രോൺ ഫോർ ഫിൽട്രേഷൻ, ഇതിനകത്ത് ബൈകാർബണേറ്റിന്റെ എമൗണ്ട് കുറവാണ്. ബിക്കോസ് ലെസ് ബൈകാർബണേറ്റ് റീച്ചസ് ഫോർ എക്സ്ക്രീഷൻ. ഇവിടെ നിന്ന് പിന്നീട് പോകുന്ന ബൈകാർബണേറ്റിന്റെ എമൗണ്ടും കുറവായിരിക്കും. സോ അൾട്ടിമേറ്റ്ലി ദിസ് എഫക്ട് ഈസ് സെൽഫ് ലിമിറ്റിംഗ്. സോ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആർ സെൽഫ് ലിമിറ്റിംഗ് ഡയൂറിക്സ്. സോ ബിക്കോസ് ഓഫ് ദ ആക്ഷൻസ് ഓഫ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ഇവിടുന്ന് സോഡിയം റീഅബ്സോർഷൻ ഇല്ല, ദെൻ വാട്ടർ റീഅബ്സോർഷൻ ഇല്ല ആൻഡ് ഓൾസോ ബൈകാർബണേറ്റും റീഅബ്സോർഷൻ ഇല്ല. സോ ദിസ് വിൽ പാസ്. ഇവിടെ പോയി അത് അവസാനം ഇവിടെ കളക്ടിംഗ് ഡക്റ്റിൽ എത്തുന്നു. സോ കളക്ടിംഗ് ഡക്റ്റിൽ ഇപ്പോ മോർ സോഡിയം, മോർ വാട്ടർ ആൻഡ് മോർ ബൈകാർബണേറ്റ് എവിഡന്റ്. ആൻഡ് ഇൻ ദ കളക്ടിംഗ് ഡക്ട് there are cells called as principal cells. So collecting ductലുള്ള ഒരു cells ആണ് principal cells. And these principal cells have many sodium channels. സോഡിയം എടുക്കാവുന്ന ചാനലുകളുണ്ട്. സോ ഇവിടെ സോഡിയം കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും this sodium will be taken in by the principal cells. സോഡിയം അകത്തേക്ക് ഒരുപാട് കയറും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, സോഡിയം അകത്തേക്ക് കയറുമ്പോൾ സോഡിയം വിനോ ഇറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്. സോഡിയം അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ നെഗറ്റിവിറ്റി കൂടും അല്ലെ, സോഡിയം പ്ലസ് ചാർജ് പോകുന്നു. സോ പൊട്ടാസ്യം നമുക്കറിയാം സെല്ലിനകത്ത് കൂടുതലാണ് ആൻഡ് ദിസ് പൊട്ടാസ്യം വിൽ നൗ ലീക്ക് ഔട്ട് ഫ്രോം ദ സെൽ. പൊട്ടാസ്യം സെല്ലിൽ നിന്ന് ലൂമനിലേക്ക് പോകും ബിക്കോസ് പൊട്ടാസ്യം ചാനൽസ് ആർ ലീക്കി. ഓർ നമുക്ക് പറയുന്നത് എത്ര സോഡിയം കയറുന്നു അത്രയും തന്നെ പൊട്ടാസ്യം പുറത്തേക്ക് പോകും. സോ ദിസ് അൾട്ടിമേറ്റ്ലി കോസ് പൊട്ടാസ്യം ലോസ് ഉണ്ടാകും. പൊട്ടാസ്യം യൂറിനിലൂടെ പോകുന്നു. അതിന് നമ്മൾ പറയുക കാലിയൂറിസിസ് എന്നാണ്. പക്ഷെ അതല്ല പ്രശ്നം, പൊട്ടാസ്യം ശരീരത്തിൽ കുറയുന്നു, പൊട്ടാസ്യം ബ്ലഡിൽ കുറയുന്നു. സോ ദിസ് ക്യാൻ കോസ് ഹൈപ്പോകലീമിയ. പൊട്ടാസ്യം കൂടുതലായിട്ട് നഷ്ടപ്പെടുമ്പോൾ ഹൈപ്പോകലീമിയ ഉണ്ടാകുന്നു. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇത് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്ററിന്റെ മാത്രം കാര്യമല്ല. എനി ഡയൂററ്റിക് വിച്ച് ആക്ട്സ് ഹിയർ ഇൻ ദ PCT or here in the loop of Henle or here in the distal convoluted tubule or any diuretic which acts before this collecting duct. So these all causes hypokalemia. ഇപ്പോൾ ലൂപ്പ് ഡയോറിറ്റിക്സ് ഉണ്ടാക്കും, തയാസൈഡ് ഡയോറിറ്റിക്സ് എല്ലാം ഹൈപ്പോകലീമിയ ഉണ്ടാക്കാനുള്ള കാരണം ഇതാണ്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി കളക്ടിംഗ് ഡക്റ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്റർകലേറ്റഡ് സെൽസ്
ഉണ്ട്, intercalated cells ഉണ്ട്, and this cells is also having carbonic anhydrase ഉണ്ട്. So this can also expel H+ നെ പുറത്തേക്ക് വിടാവുന്ന ഇതാണ്. So inhibition of this can reduce the H+. So bicarbonate വീണ്ടും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കും. So H+ പിടിച്ചു വെക്കുന്നു, H+ പിടിച്ചു വെക്കുമ്പോൾ this can cause also increased acidose ഉണ്ടാക്കാം. Chances can be increased but not that much significant. Okay, so to conclude, carbonic anhydrase inhibitors in the PCT can cause one sodium loss and also H2O loss. So this causes diuresis ഉണ്ടാക്കും. Potassium loss, so this causes hypokalemia ഉണ്ടാക്കും. And bicarbonate loss can increase the alkalinity of urine അതുണ്ടാക്കാം, but it can increase or it can produce metabolic acidosis, increased acidity in the blood. So ഇത്രയും കാര്യങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്. Now നമുക്ക് യൂസസിനെ പറ്റി പറയാം. യൂസസ് 1, ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് അല്ല ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. 1, we can use this to alkalinize urine. യൂറിൻ ആൽക്കലനൈസേഷന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. സോ യൂറിൻ ആൽക്കലനൈസേഷൻ നടത്തി കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് അസിഡിക് സ്റ്റോൺസ് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അസിഡിക് സ്റ്റോൺസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. മൂത്രക്കല്ലിലെ ഏറ്റവും സ്ട്രോങ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ അസിഡിക് സ്റ്റോൺ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സിസ്റ്റീൻ സ്റ്റോൺസ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. ഒരു ഹെക്സാഗണൽ ഷേപ്പിലുള്ള സ്റ്റോൺ ആണ്. ഇപ്പോൾ യൂറിൻ നമ്മൾ ആൽക്കലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസിഡിക് എൻവയോൺമെന്റ് ഉണ്ടാകുന്ന സിസ്റ്റീൻ സ്റ്റോൺ പോലെയുള്ളത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, സോ മൂത്രക്കല്ലിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയും മൂത്രക്കല്ല് ഉണ്ടാക്കും അസെറ്റസോളമൈഡ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഈ ആൽക്കലൈസിങ് യൂറിൻ കൊണ്ട് നമുക്ക് മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ വീക്ക് ആസിഡ് മരുന്നുകൾ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ അറിയാതെ അബദ്ധത്തിലൊക്കെ കൂടുതലായിട്ട് കഴിച്ചാൽ വി ക്യാൻ മേക്ക് യൂറിൻ ആൽക്കലൈൻ ബിക്കോസ് ഇൻക്രീസ് ബൈകാർബണേറ്റ്. അങ്ങനെ ഇതിന്റെ ടോക്സിറ്റി കുറയ്ക്കാനും ഇതിന്റെ ട്രീറ്റ്മെന്റിനും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എക്സ്ക്രീഷൻ ഓഫ് സച്ച് ഡ്രഗ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അത് കൂടുതലാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇത് രണ്ടുമാണ് ആൽക്കലൈസേഷൻ ഓഫ് യൂറിൻ കൊണ്ടുള്ള ഗുണം. ഇനി രണ്ടാമത്തെ ഉപയോഗം, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അക്യൂട്ട് മൗണ്ടൻ സിക്നസ്. അക്യൂട്ട് എന്ന് മാത്രം ഞാൻ എഴുതിയുള്ളൂ, ബട്ട് ഇറ്റ് ഈസ് ഫോർ പ്രിവെൻഷനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് മൗണ്ടൻ സിക്നസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് അസെറ്റസോളമൈഡ് ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദിസ് മൗണ്ടൻ സിക്നസ്. സോ ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂറിനിലൂടെ ബൈകാർബണേറ്റ് പോകുന്നു. സോ ബൈകാർബണേറ്റ് ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ്. സോ ബൈകാർബണേറ്റ് കുറയുമ്പോഴത്തേക്കും അസിഡോസിസ് ഉണ്ടാക്കും, മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാക്കും, ബ്ലഡ് pH കൂടും. ബ്ലഡ് pH കൂടാന്ന് വെച്ചാൽ H+ ഉയരും. H+ അയോൺസ് കൂടുമ്പോഴത്തേക്കും ദിസ് ക്യാൻ കോസ് റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ. റെസ്പിറേറ്ററി സെന്റേഴ്സ് വിൽ ബി സ്റ്റിമുലേഷൻ ഉണ്ടാകും. ഇതാണ് ഇതിന്റെ ഒരു രീതി. ദെൻ ദിസ് ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ലെവലും കൂട്ടാം. ബിക്കോസ് കാർബോണിക് അൺഹൈഡ്രേസ് ഇല്ല എങ്കിലാണ് ആ റിയാക്ഷൻ നടക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടുമ്പോൾ ദിസ് ക്യാൻ ഓൾസോ ആക്ട് ആസ് എ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ്. സോ ഇൻ അക്യൂട്ട് മൗണ്ടൻ സിക്നസ് പേഷ്യൻസിൽ ഏറ്റവും വലിയ പ്രശ്നം റെസ്പിറേറ്ററി ഡിപ്രഷൻ ആണ്. ബിക്കോസ് ഓഫ് ബൈകാർബണേറ്റ് കൂടുന്നത് കൊണ്ടാണ്, മെറ്റബോളിക് അൽക്കലോസിസ് മൂലമാണ്. സോ അസെറ്റസോളമൈഡ് ഹിയർ പ്രൊഡ്യൂസസ് മെറ്റബോളിക് അസിഡോസിസ്. സോ വി ക്യാൻ യൂസ് ഇൻ അക്യൂട്ട് മൗണ്ടൻ സിക്നസ്. മൂന്നാമത്തെ ഉപയോഗം ഞാൻ പറയുന്നത് ഗ്ലൂക്കോമയിലാണ്. ഗ്ലൂക്കോമയിലുള്ള ഉപയോഗമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉപയോഗം. ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണിലുള്ള സീലിയറി എപ്പിത്തീലിയത്തിലുള്ള കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ഇതാണ് ഫലം ഉണ്ടാക്കുന്നത്. ഇൻഹിബിഷൻ ഓഫ് കാർബോണിക് അൺഹൈഡ്രേസ് ഡിക്രീസസ് ദ സെക്രീഷൻ ഓഫ് അക്വസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷനും സെക്രീഷനും കുറയ്ക്കുന്നു. അക്വസ് ഹ്യൂമർ കുറയുമ്പോൾ ഡിക്രീസ്ഡ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ. സോ വി ക്യാൻ യൂസ് ഇൻ ഗ്ലൂക്കോമ. ഇങ്ങനത്തെ കൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോമയിൽ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നത്. ഗ്ലൂക്കോമയിൽ രണ്ടുതരം ഉപയോഗമുണ്ട്. വൺ ഈസ് ഇൻ നാരോ ആംഗിൾ ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കാം. ദെൻ ഇൻട്രാ ഓപ്പറേറ്റീവ് ഗ്ലൂക്കോമ, സർജറിക്കൊക്കെ ഇടയിലുള്ള ഗ്ലൂക്കോമ. സോ ഇറ്റ്സ് ആൻ എമർജൻസി സിറ്റുവേഷൻ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് IV അസെറ്റസോളമൈഡ് ആണ്. IV അസെറ്റസോളമൈഡ് ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് വൺ ഈസ് ഇൻ നാരോ ആംഗിൾ ഗ്ലൂക്കോമ ആൻഡ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഗ്ലൂക്കോമയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് ഇൻ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയിലാണ്. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയിൽ നമ്മൾ ടോപ്പിക്കൽ മതി. ടോപ്പിക്കലായിട്ട് വി യൂസ് ദിസ് ബ്രിൻസോളമൈഡ് ആൻഡ് ദ അതർ വൺ ഈസ് ഡോർസോളമൈഡ് നമ്മൾ ടോപ്പിക്കലായിട്ട് മറ്റ് ആന്റി ഗ്ലൂക്കോമ ഡ്രഗ്സ് ദാറ്റ് ഈസ് പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ് അങ്ങനെയൊക്കെയുള്ള ഡ്രഗുകൾക്കൊപ്പമായിരിക്കും നമ്മൾ കൊടുക്കുക. സോ ദീസ് ആർ ദ ടു യൂസസ്. വൺ ഈസ് ഇൻ നാരോ ആംഗിൾ ഗ്ലൂക്കോമ, ഇൻട്രോപ്പറേറ്റീവ് ഗ്ലൂക്കോമ ആൻഡ് ഓൾസോ ഇൻ ദിസ് ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയിൽ നമ്മൾ ടോപ്പിക്കലായിട്ടായിരിക്കും ഉപയോഗിക്കുക. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് യൂസ് ഓഫ് ദിസ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. കാർബോണിക് അൺഹൈഡ്രേസിന്റെ മറ്റൊരു ഉപയോഗം, നാലാമത്തെ ഉപയോഗം ഇൻ എപ്പിലെപ്സി ആണ്. എപ്പിലെപ്സി
ക്യാമാനിയൽ എപ്പിലെപ്സിയിലാണ് ഉപയോഗിക്കുക. ഇൻ ആബ്സെൻസ് ഓർ പെറ്റിറ്റ് മാൽ സീഷേഴ്സ് ഈ ഉപയോഗത്തിനാണ് നമ്മൾ ഉപയോഗിക്കുക. ദിസ് എ ഡയറക്റ്റ് ദിസ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ദീസ് ആർ ഡയറക്ട്ലി സപ്രസ് ന്യൂറോൺസിനെ നേരിട്ട് സപ്രസ് ചെയ്യാൻ കഴിവുള്ള മരുന്നുകളാണ്. ദെൻ ഓൾസോ അനദർ ഈസ് ഇൻ CSFന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നുണ്ട്. ദെൻ pH ചേഞ്ച്, CSFൽ ഉണ്ടാകുന്ന pH ചേഞ്ച് ക്യാൻ ഓൾസോ ഹെൽപ്പ് ഇൻ റിഡ്യൂസിങ് സീഷേഴ്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് മറ്റൊരു ഉപയോഗം. അഞ്ചാമത്തെ ഉപയോഗം ഇനിയുള്ളത് പറയാനുള്ളത് ഫെമിലിയൽ പീരിയോഡിക് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. സോ അതൊരു മസിൽ വീക്ക്നെസ് രോഗമാണ്. മസിൽ വീക്ക്നെസ് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പൊട്ടാസ്യം, ഈ ഡ്രഗുകൾ പൊട്ടാസ്യം പറഞ്ഞു എക്സ്ക്രീഷൻ കൂട്ടും. പൊട്ടാസ്യം കുറക്കുന്നത് മൂലം മസിൽ വീക്ക്നെസ് കുറയ്ക്കും. അതാണ് അതിന്റെ ഉപയോഗം. ആൻഡ് ദ ഡ്രഗ് അപ്രൂവ്ഡ് ഫോർ ദിസ് പർപ്പസ് ഇസ് ഡൈക്ലോർഫെനമൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഡൈക്ലോർഫെനമൈഡ് ഈസ് 10 times more potent than acetazolamide. ഇനി മൈനർ ആയിട്ടുള്ള മറ്റു ചില ഉപയോഗങ്ങൾ കൂടിയുണ്ട്. വൺ ഈസ് ഇൻ CSF ലീക്കേജ്. CSF ലീക്കേജിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ബിക്കോസ് ഓഫ് റെഡ്യൂസ് CSF ഫംഗ്ഷൻ. മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് സിവിയർ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ. ഫോസ്ഫേറ്റിന്റെ എമൗണ്ട് കൂടുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് ഫോസ്ഫേറ്റിനെ എക്സ്ക്രീഷൻ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തെ വേറെ അഡീഷണൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ ക്ലീൻ ലെവിൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് അമിതവിറക്കം, കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ അബ്നോർമാലിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സിൻഡ്രോമാണ്. ഈ സിൻഡ്രോമിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. നാലാമത്തെ ഉപയോഗം മീനിയേഴ്സ് ഡിസീസിനാണ്. മീനിയേഴ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ തലചുറ്റൽ പോലുള്ള അസുഖമാണ് ചെവിയിലെ പ്രശ്നങ്ങൾ മൂലം. ദെൻ അഞ്ചാമത്തെ ഇഡിയോപതിക് ആയിട്ടുള്ള ഇൻട്രാക്രേനിയൽ ഹൈപ്പർ ടെൻഷന് വേണമെങ്കിൽ ഉപയോഗിച്ചേക്കാം. ദെൻ ആറാമത്തെ ഉപയോഗം നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗമുണ്ട്. ദീസ് ആർ നോട്ട് ദാറ്റ് മച്ച് വെരി ഇമ്പോർട്ടന്റ് ഒന്നുമല്ല എങ്കിലും ദീസ് ആർ സം ഓഫ് ദ അഡീഷണൽ യൂസസ് ഓഫ് ദീസ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. സോ നമുക്ക് അപ്പൊ ഇനി നോക്കാനുള്ളത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അഡ്വേഴ്സ് എഫക്റ്റിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് ദീസ് ആർ സൾഫാർ ഡ്രഗ്സ് ആണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. സൾഫാർ ഡ്രഗ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. വൺ ഈസ് അലർജി. നമുക്ക് പ്രതീക്ഷിക്കാം അലർജിക്കുള്ള ചാൻസ് ഉണ്ടാകും. സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാം, GI സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം, റീനൽ ടോക്സിറ്റി, റീനൽ എഫക്ട്സ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം. സോ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാം. രണ്ടാമത്തത് ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ബട്ട് ദിസ് ഡ്രഗ് ക്യാൻ ഇറ്റ്സെൽഫ് കോസ് ഗ്ലൂക്കോമ ബിക്കോസ് ദിസ് ഡ്രഗ് ക്യാൻ കോസ് സീലിയറി എഡീമ ഉണ്ടാക്കും. സീലിയറി എഡീമ ഉണ്ടാക്കുമ്പോൾ അതുവഴി ഗ്ലൂക്കോമ ഉണ്ടാക്കാം. സോ ദിസ് ദ ഓൺലി ആന്റി ഗ്ലൂക്കോമ ഏജന്റ് വിച്ച് ഇറ്റ്സെൽഫ് ക്യാൻ കോസ് ഗ്ലൂക്കോമ. ഗ്ലൂക്കോമ ഉണ്ടാക്കുക കൂടി ചെയ്യാവുന്ന മരുന്നാണ് ഇത്. മൂന്നാമത്തത് കണ്ണിൽ തന്നെയുള്ള പ്രശ്നമാണ്. കണ്ണിൽ സ്യൂഡോമയോപ്പിയ ഉണ്ടാക്കാം. സ്യൂഡോമയോപ്പിയ ഉണ്ടാക്കാൻ കാരണം ഇൻക്രീസ്ഡ് കോർണിയൽ ആൻഡ് ലെൻസ് തിക്കനിങ് ബിക്കോസ് ഓഫ് എഡീമ. എഡീമ ഉണ്ടാക്കുന്നത് മൂലം ഇൻക്രീസ് കോർണിയൽ ആൻഡ് ലെൻസ് തിക്കനിങ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് സ്യൂഡോമയോപ്പിയ ഉണ്ടാക്കാം. നാലാമത്തെ അഡ്വേഴ്സ് എഫക്ട് എന്ന് വെച്ചാൽ യൂറിനറി സ്റ്റോണിന് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ആസിഡിക് യൂറിനറി സ്റ്റോണിന് ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് സിസ്റ്റീൻ സ്റ്റോൺസിനൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ബട്ട് ദിസ് ക്യാൻ കോസ് യൂറിനറി സ്റ്റോൺ. യൂറിനറി സ്റ്റോൺസ് ഇത് ഉണ്ടാക്കാം. എങ്ങനെയുള്ള യൂറിനറി സ്റ്റോൺ ആണ്? ബിക്കോസ് ദിസ് ക്യാൻ കോസ് ആൽക്കലൈസേഷൻ ഓഫ് യൂറിൻ. സോ യൂറിൻ ആൽക്കലൈൻ ആയിട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന യൂറിനറി സ്റ്റോൺസിന്റെ സാധ്യതകൾ കൂടും. സോ കാൽഷ്യം ഓക്സലേറ്റ് പോലെയുള്ള യൂറിനറി സ്റ്റോൺസിന്റെ ചാൻസ് വർദ്ധിപ്പിക്കാം. ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുക. ഇതിന്റെ ഒപ്പം തയാസൈഡ് ഡയൂററ്റിക്സ് കൊടുത്താൽ മതി. സോ ദാറ്റ്സ് ദ ട്രീറ്റ്മെന്റ്. തയാസൈഡ്സ് കാൽഷ്യം റീഅബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കും. അഞ്ചാമത്തത് നമ്മൾ എപ്പിലെപ്സിയിൽ ഉപയോഗിക്കും. ചില എപ്പിലെപ്സിയിൽ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. ദിസ് ക്യാൻ കോസ് ഡയറക്റ്റ് സപ്രഷൻ ഓഫ് ന്യൂറോൺസിനെ സപ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ പെരിഫറൽ ന്യൂറോൺസിനെ സപ്രസ് ചെയ്യുന്നത് മൂലം പാരസ്തീഷ്യ അല്ലെങ്കിൽ ഡ്രൗസിനസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ആറാമത്തെ അഡ്വേഴ്സ് എഫക്ട് മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാക്കാം എന്ന് നമ്മൾ പറഞ്ഞു. സോ COPDയിൽ അതുകൊണ്ട് ഈ ഡ്രഗുകൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. കാരണം COPDയിൽ ഹൈപ്പോക്സിയ ഇറ്റ്സെൽഫ് ക്യാൻ കോസ് ഡേഞ്ചർ ഇൻ COPD. സോ ഈ ഡ്രഗ്സ് കൂടി വരുമ്പോഴത്തേക്കും ദിസ് ക്യാൻ ഇൻക്രീസസ് അസിഡോസിസ്. സോ ഇൻക്രീസ് ചാൻസസ് ഓഫ് COPD ബിക്കം ഡേഞ്ചറസ്. അടുത്ത പ്രശ്നം ലിവർ ഡിസീസിലേക്ക് കൊടുക്കാൻ പാടില്ല. ഇൻ ഹെപ്പറ്റൈറ്റിസിൽ കൊടുക്കാൻ പറ്റില്ല. സിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങളിൽ ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്താ വെച്ചാൽ യൂറിനിൽ നിന്ന് അമോണിയ നഷ്ടപ്പെടുന്നത്, ഇപ്പോൾ അമോണിയ എന്ന് വെച്ചാൽ NH3 ആണ്. NH3 നഷ്ടപ്പെടുന്നത് NH4+ ആയിട്ടാണ്. സോ ഒരു H+ ചേരുമ്പോഴാണ്. കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ H+ ഇല്ലാതെയാകാണ്. H+ കുറയുമ്പോഴത്തേക്കും NH4 ആയിട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് കുറയും. സോ ദാറ്റ് വിൽ റിമെയിൻ ആസ് NH3 ആകുമ്പോൾ വീണ്ടും അത് അബ്സോർബ് ചെയ്യുകയും അത് ലിവറിൽ കൂടുതലായിട്ട് എത്തുകയും ചെയ്യും. ലിവറിൽ വെച്ചിട്ട് NH3 നമ്മൾ മാറ്റുന്നത് അമോണിയ യൂറിയ ആക്കിയിട്ടൊക്കെ ആയിരിക്കും മാറ്റുക. സോ അത് കുറയും. അപ്പോൾ അമോണിയ ബ്ലഡിനകത്ത് കൂടുമ്പോൾ അത് ബ്രെയിനിലെത്തും.
ബ്രെയിനിലെത്തും. ബ്രെയിനിലെത്തിക്കഴിയുമ്പോഴത്തേക്കും ദിസ് ക്യാൻ കോസ് ഹൈപ്പർ അമോണിനീമിക് എൻസെഫലോപ്പതി. സോ ബ്രെയിനിൽ എൻസെഫലോപ്പതി ഉണ്ടാകാം. ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഹൈപ്പർ അമോണിനീമിക് എൻസെഫലോപ്പതി ഉണ്ടാക്കാം. സോ അതുകൊണ്ട് ദിസ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ലിവർ ഡിസീസസ്. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1 പൊട്ടാസ്യം ലോസ് ഉണ്ടാക്കാം. സോ ഹൈപ്പോകലീമിയ ഉണ്ടാക്കാം. അടുത്തത് ബൈകാർബണേറ്റ് കുറയുമ്പോൾ ബൈകാർബണേറ്റിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ക്ലോറൈഡ് ആണ് പിന്നെയുള്ള നെഗറ്റീവ്. സോ ക്ലോറൈഡ് കൂടുതലായിട്ട് വേണ്ടി വരും. സോ ക്ലോറൈഡ് ലെവൽ ഇൻ ദ ബ്ലഡ് വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, സോ ഹൈപ്പോകലീമിയ ഉണ്ടാകും, ഹൈപ്പർ ക്ലോറിനീമിയ ഉണ്ടാകും ബിക്കോസ് ഇൻക്രീസ് ക്ലോറിൻ ആൻഡ് മെറ്റബോളിക് ആസിഡോസിസ്. സോ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാകും. സോ ഹൈപ്പർകലീമിക്, ഹൈപ്പർക്ലോറിനീമിക്, മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാകും. ഇനി ഏറ്റവും അവസാനമായിട്ട് ദിസ് ഡ്രഗ് ക്യാൻ വളരെ അപൂർവമായിട്ടാണ് ബോൺ മാരോ സപ്രഷനും ഉണ്ടാകാം. സോ ദിസ് ഡ്രഗ് ക്യാൻ കോസ് ബോൺ മാരോ സപ്രഷൻ. സോ ദിസ് ദ മോസ്റ്റ് ടോക്സിക് എഫക്ട് ഓഫ് ദിസ് ഡ്രഗ്. ഈ ഡ്രഗ് ഉണ്ടാകുന്ന ഏറ്റവും ടോക്സിക് എഫക്ട് ഇതാണ്, പക്ഷെ അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത്. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡയോറിറ്റിക്സ്, കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിന്റെ ഫാർമക്കോളജിയിൽ നമുക്ക് പറയാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ലൂപ്പ് ഡയോറിറ്റിക്സ് ആയിരിക്കും കാണുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.